ഞാനിപ്പോൾ പറയാൻ പറഞ്ഞത് ഇത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ, ലക്ഷ്മി, തൊപ്പിമാമി എന്ന് പറയുന്ന പ്രിയ, അതുപോലെ നത്തോലി എന്ന് പറയുന്ന ഞാൻ പുതിയ പേരിട്ടു ഫാസിലിന്, നത്തോലി. നത്തോലി എന്ന് പറയുന്ന, അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫാസിലിൻ്റെ കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട്. രഹസ്യമായിട്ട് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് അവൻ പരസ്യമാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്തിനാണ് പേരിടാതിരിക്കുന്നത്? നത്തോലി. ഓക്കെ. അപ്പം നത്തോലി എന്ന് പറയുന്ന ഫാസിൽ കോക്ടൈൽ എന്ന് പറയുന്ന അവൻ്റെ പേജിലുള്ളവർ, ഞങ്ങൾ ഈ 4 പേരും ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ FB ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് വാട്സപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫോട്ടോ, അതായത് കുണുവാവയുടെ ഇപ്പൊ കല്യാണം കഴിച്ച ഒരുത്തൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ലക്ഷ്മി കൊണ്ടുവന്ന് അതിനകത്ത് പോസ്റ്റ് ചെയ്തത് കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ലക്ഷ്മി ഈ കോണോത്തമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ലക്ഷ്മി ഇട്ട ആ ഫോട്ടോ ഈ കുണുവാവ പേഴ്സണലി മൊബൈലിൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നോ, അതോ തുണിയില്ലാത്ത ഫോട്ടോ ആയിരുന്നോ, അല്ലെങ്കിൽ ആരും കാണാത്തൊരു അവനവൻ്റെ രഹസ്യമായിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോ ആയിരുന്നു? അല്ലല്ലോ. ഫേസ്ബുക്കിൽ പബ്ലിക്കായിട്ട് ഈ കുണുവാവ ഇട്ടതാണ് ഒരു ഫോട്ടോ. അത് എല്ലാവരും ലൈക്ക് അടിക്കും, കമന്റ് കണ്ടിക്കും, ചിലപ്പോൾ അത് ആ ഫോട്ടോ ആരെങ്കിലും എടുക്കുകയും ചെയ്യും. അത് എടുക്കണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവസി ആയിട്ട് സൂക്ഷിക്കണം. എടുത്തോട്ടെ, അത് എനിക്ക് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പബ്ലിക്കലി ഇടുന്നത്. പബ്ലിക്കായിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് കാണാനായിരിക്കാം, ചിലപ്പോൾ ആ ഗ്രൂപ്പുകാരെ എല്ലാവരും കൂടി പറഞ്ഞിട്ടായിരിക്കാം ലക്ഷ്മി ആ ഫോട്ടോ ഗ്രൂപ്പിനകത്തിട്ട്. അതിലെന്താണ് ഇത്ര തെറ്റുള്ളത്? അത് രഹസ്യമായിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോ ആണ്, തുണിയില്ലാത്തൊരു ഫോട്ടോ ആണ്, മോർഫിൻ ചെയ്തൊരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പറയാം. ഇത് എനിക്കെല്ലാം കിട്ടി, ഞാൻ എല്ലാ വോയിസ് ഇത് പറയാൻ എന്താണ് അതിൽ കറക്റ്റായിട്ട്? അതിനകത്ത് ഏറ്റവും കൂടുതൽ പരദോഷണം പറഞ്ഞ 2 ടീമിന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മി ഫോട്ടോ സെൻഡ് ചെയ്തത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് വലിയ മാന്യത ചമയ. ഞങ്ങൾക്ക് അങ്ങനെ മാന്യത ചമയേണ്ട കാര്യമില്ല. എനിക്കും ലക്ഷ്മിക്കും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും, അത്ര തന്നെ. എന്ന് കരുതി കാര്യം കാണാൻ വേണ്ടി എന്താ പറയുക, ഒലിപ്പിച്ച് പോയിട്ട് ഈ നുണ പറഞ്ഞിട്ട് കാര്യം സാധിക്കണ പരിപാടിയില്ല, അത് ഞങ്ങൾക്കില്ല. നട്ടലോട് കൂടിയിട്ട് തന്നെ, തൻ്റെ ഇടത്തോടു കൂടി തന്നെ പറയും. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വേണമെന്ന് പറയും. അത് പറയാനുള്ള കാര്യമുണ്ട്. ഞാൻ പേടിച്ച് തുള്ളണ കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ പറയാനുള്ളത് ഇത്രയാണ്. രഹസ്യമായിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോയാണ് ആ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാം. ഇത് കാണ്ഡമായിട്ട് കുറ്റം പറഞ്ഞ ആൾക്കാർ പുറമേ കിടക്കണം. ആ തൊപ്പിമാമിയാണ് കൂടുതൽ അതിനകത്ത് വിളയാടിയത് തൊപ്പിമാമ. എന്നിട്ട് ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും പുള്ളിക്കാരിയാണ്. വല്ലാത്ത ജാതി. എന്തായാലും കൊള്ളാം. അപ്പൊ എനിക്ക് പറയണത്, ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ഞാനാണെന്നാണ് ഈ ഫാസിൽ കോക്ടൈൽ എന്ന് പറയുന്ന കൂളിംഗ് ഗ്ലാസിന്റെ പേജിനകത്ത് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ടിരിക്കുന്ന നത്തോലി തന്നെ പറയാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ഓഡിയോ ലീക്ക് ഔട്ട് ആക്കിയത് ഈ ഫാസിൽ തന്നെയാണ്. അപ്പോൾ ഫാസിലിൻ്റെ അടുത്ത് നത്തോലി പറഞ്ഞത് ഞാനാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയത് എന്നാണ്. അത് വളരെ വ്യക്തമായിട്ട് തെളിയിക്കേണ്ട കാര്യം എനിക്കാണ്. സത്യമേവ ജയതേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നവളാണ്. കാരണം എന്ന് വെച്ചാൽ സത്യം തെളിയിക്കാനും തെളിയാനും കുറച്ച് ടൈം എടുക്കും. പക്ഷെ തെളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 തെളിയലായിരിക്കും. അപ്പം ഞാനായിട്ട് ഈ ഒരു പോസ്റ്റ് ഇടാൻ തയ്യാറായത് ഈ നത്തോലി എന്ന് പറയുന്ന സാധനം, ഫാസിൽ എന്ന് പറയുന്ന പരട്ട കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്നിട്ട് അവൻ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു. ദയാണ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പം കൃത്യമായിട്ട് അത് തെളിയിക്കേണ്ട കാര്യം എനിക്കുണ്ടെന്നുണ്ട്. പബ്ലിക്കലി ആയിട്ട് ഈ നുണ പറയുമ്പോൾ, പച്ചക്കള്ളം പറയുമ്പോൾ, ഇവനൊക്കെ വാ തുറക്കണത് തിന്നാനും പിന്നെ കുറെ ഇങ്ങനെ നുണ പറയാനുമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ്സിൽ അവൻ ഞങ്ങൾ ഒന്നാവും എന്ന് പറഞ്ഞിട്ട് ദയും ഞാനും ഒന്നാവും. ഒരിക്കലും ഇല്ല. വാ തുറന്ന നുണ പറയുന്ന നിന്നെ, അപ്പച്ചനെ കയറി ഔസേപ്പെട്ടാന്ന് വിളിക്കുന്ന നിന്നെ, ഒരവസരം കിട്ടിയ മറുകണ്ഠം ചാടുന്ന നിന്നെ ഞാൻ എങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ജന്മത്തെ എന്റെ പൊന്നാര കൂളിംഗ് ഗ്ലാസ്സുകാരാ നത്തോലി,
നിന്നെ ഇനി ഞാൻ കൂട്ടുപിടിക്കാൻ തയ്യാറല്ല. എനിക്ക് താല്പര്യമില്ല. ഇജാതി മുതലിനെ എന്തൊക്കെ ഒന്നായിരുന്നു കുണുവാവേന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് സ്വന്തം ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഗ്രൂപ്പിൽ ഒരുപാട് പൂണ്ട് വളയാടിയത് നീയും ആ തൊപ്പിമാമിയാണ്. അതിൽ വളരെ വ്യക്തമായി വീഡിയോ ഞാൻ ഒരെണ്ണം പോലും അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് തന്നെയാണ് ലക്ഷ്മി ആ ഫോട്ടോ ഇട്ടത് പോലും. ലക്ഷ്മിനെ എനിക്ക് സേവ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ, അല്ല ലക്ഷ്മി ചെയ്തത് മാത്രം കാണണ്ട എന്ന് പറയണേ, എനിക്ക് ആ അവളിട്ട ഫോട്ടോ എനിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ എടുക്കായിരുന്നു. ഞാൻ ആ ചെറ്റത്തരം കാണിക്കാത്തതുകൊണ്ട്. നീയും ആ തൊപ്പി മാമി ഇപ്പൊ കൂടെ അങ്ങ് എന്താണ് കൂടിയിട്ടുണ്ടല്ലേ, വിക്രമാദിത്യനും വേതാളവും പോലെ ചെവിയില് അല്ല തോളി കയറി ചെവി കടിച്ച് തിന്നാൻ വേണ്ടി തന്നെയാണ് നീ കൂടെ കൂടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. ഞങ്ങളൊക്കെ ചോറന്നെ തിന്നണം, അല്ലെ ചാണകമല്ല തിന്നണത്, മനസ്സിലായില്ലേ? അപ്പോ അത് മനസ്സിലാക്കാൻ കുണുവാവയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും തിരിച്ചടിക്കാനും അവക്ക് പറ്റും. അപ്പോ അതുകൊണ്ട് ഇപ്പൊ അങ്ങ് കൂടെ കൂടിയിരിക്കുക നാണവും മാനവും ഉളുപ്പില്ലാത്ത നത്തോലിയും തൊപ്പിയുമാമി. വളരെ നല്ല കാര്യം. അപ്പോ ഈ ഗ്രൂപ്പിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ തെളിയിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമായതുകൊണ്ടും ലക്ഷ്മിയുടെ ആവശ്യമായതുകൊണ്ടുമാണ് ഞങ്ങൾ അത് തെളിയിച്ചത്. ഞങ്ങളുടെ ഒരെണ്ണം ഒരു വീഡിയോസോ ഓഡിയോസോ ഇനി ഞങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്ത ഒന്നും ഞങ്ങൾ അതിനകത്ത് ഡിലീറ്റ് ചെയ്യണില്ല. പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് പരദൂഷണം പറഞ്ഞിട്ടുള്ളതും അതിനകത്ത് ഉണ്ട്. തെളിവ് സഹിതം ഞാൻ അതാ വിട്ടത്. ഓക്കെ. അപ്പൊ ഈ ലക്ഷ്മീനെ മാത്രം അങ്ങ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പരസ്യമായിട്ട് ഇട്ട ഫോട്ടോ അല്ലേ അവള് അതിനകത്ത് ഇട്ടത്, ഏത് ഗ്രൂപ്പിനകത്ത് ഇട്ടത്. ഗ്രൂപ്പിൽ എന്ത് ചർച്ച വേണമെന്ന് ഞങ്ങൾ ഗ്രൂപ്പുകാർക്കല്ലേ ഇഷ്ടമുള്ളത്, അത് ഞങ്ങളുടെ അവകാശമല്ലേ. വല്ലാത്ത ജാതി. തിരിച്ചറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടാ അതിലും എന്താ പറയാ അധികം കുറ്റമൊന്നും പെടുത്താത്ത ആൾക്കാരിനെയാണ് ഞോണ്ടാൻ പോണത്. വല്ലാത്ത ജാതി. ഫോട്ടോ ഇട്ടതിനായിരിക്കും. രഹസ്യമായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോട്ടോ ആണ് ലക്ഷ്മി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളെ കുറ്റം പറയാം. എന്നിട്ട് എനിക്ക് കുറേ ഓഡിയോ കിട്ടിയില്ല. ഞാൻ പറയട്ടെ, ഈ തൊപ്പിമാവിന്റെയോ ഈ ബാസിൽ എന്ന് പറയുന്ന നത്തോലി ക്രൂസ് എന്താണ് കൂളിംഗ് ഗ്ലാസ്സുകാരൻ്റെ, എനിക്ക് നാക്ക് കിട്ടുന്നില്ല, കൂളിംഗ് ഗ്ലാസ്സുകാരൻ്റെ സ്വന്തം ഷാറുഖ് ഖാനാന്ന് വിചാരിക്കുന്ന ആ നാറിയുടെയും ഓഡിയോ കാണ്ടം ഞങ്ങളുടെയൊക്കെ നിസ്സാരമായിട്ട് എൻ്റെ ഒന്നും എനിക്ക് വിരലിലെണ്ണാവുന്നതാണ് നീ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും വിരലിലെണ്ണാവുന്ന കുറച്ച് ഓഡിയോ കിട്ടിക്കാണും. അല്ലാതെ ഇവരിന്റെയൊക്കെ ഓഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് തുണി തലയിൽ ഇട്ടിട്ട് ഓടേണ്ട വരും ഇവരൊക്കെ. മുഖം കാണിക്കാതെ ആ തൊപ്പി തലയിൽ ഇട്ടത് ചിലപ്പോ മുഖത്തും കൂടി മൂടി മറക്കേണ്ടി വരും. അമ്മാതിരി ആക്കണ്ടേ വരും ഇവരെയൊക്കെ ഓഡിയോ പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല്. എന്നിട്ട് വലിയ വീരവാദം മുഴക്കണം നാണല്ലാതെ രണ്ടും കൂടി ഇട്ട്. അതാ പറഞ്ഞത്, ഇവര് കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ശത്രുക്കളെ നാളെ കൂട്ടുപിടിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇത്രയും പറയാനാ ഞാൻ വന്നത്. അപ്പൊ തിരുപ്പതി ആയാ? ആ